നരേന്ദ്രമോദിയുടെ അമ്മയെപ്പറ്റി അപവാദം പറഞ്ഞു വരുത്തിയ കോൺഗ്രസ്സുകാരെ ബീഹാറിലെ തെരുവുകളിലിട്ട് ജനങ്ങൾ നേരിട്ടു. ഇത് ജനങ്ങളല്ല BJP-കാരാണ് എന്നൊക്കെ പറഞ്ഞു വരുത്താനുള്ള ശ്രമങ്ങളുണ്ടെങ്കിലും ഈ കൈവച്ചവർക്കാർക്കും തന്നെ BJP-യുമായി യാതൊരു ബന്ധവുമില്ല. അവിടുത്തെ പൊതുജനങ്ങളാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാര്യം എന്താണെന്ന് വിശദമായി പറയാം. അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ ഒരു യാത്ര നടക്കുന്നുണ്ടല്ലോ, വോട്ടധികാർ യാത്ര. വോട്ടർ പട്ടിക അട്ടിമറിയിലൂടെയാണ് BJP എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ വിജയങ്ങൾ നേടുന്നത്. അതായത് BJP തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്ന അഭിപ്രായ സർവേകൾ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ BJP-ക്ക് അവിടെ വലിയ വിജയ സാധ്യതയൊന്നുമില്ല. അവിടെ ഇന്ത്യ മുന്നണിക്കാണ് വിജയ സാധ്യത. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അവിടെയും ഇന്ത്യ മുന്നണിക്കാണ് വിജയ സാധ്യത എന്ന് കാണിക്കുന്നു. പിന്നീട് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അവിടെ BJP വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നു. ഇതെന്ത് മറിമായമാണ്! അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും എല്ലാം തെറ്റാണ് എന്ന് വിലയിരുത്തിയ പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് ഓർക്കണം. എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് അഭിപ്രായ സർവേകളുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ ചർച്ചകളിലേക്കൊന്നും പ്രതിനിധികളെ അയക്കാതെ, അഥവാ അയച്ചാൽ പ്രതിനിധികൾ വന്നാൽ തന്നെ ഈ അഭിപ്രായ സർവേകൾ എല്ലാം തള്ളിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അഭിപ്രായ സർവേകളിൽ എല്ലാം BJP വിജയിക്കുമെന്നാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ അഭിപ്രായ സർവേകളിലെല്ലാം BJP വിജയിക്കുമെന്നാണ്. ഈ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയൊന്നുമല്ല, BJP വിജയിക്കുമെന്നാണ്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മറ്റൊരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അഭിപ്രായ സർവേ ആയാലും എക്സിറ്റ് പോളുകളായാലും അതിൽ തെറ്റാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത് യഥാർത്ഥ വസ്തുതയുമായി ഒത്തുപോകാത്ത ഒരു സാഹചര്യം, അതെല്ലാം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. കാരണം ജനാധിപത്യ രാജ്യത്തെ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഒരു സ്വഭാവം കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നേടും എന്നാണ് എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേ വോട്ടുകളും എല്ലാം BJP-യെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ നടന്നത് അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു പുകമറ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ആ പുകമറയുടെ ഭാഗമായിട്ടാണ് അഭിപ്രായ സർവേകൾ തങ്ങൾക്ക് അനുകൂലമായി പ്രവചനം നടത്തുന്നു, എക്സിറ്റ് പോളുകൾ തങ്ങൾക്ക് അനുകൂലമായി പ്രവചനം നടത്തുന്നു. പക്ഷേ ജയിക്കുന്നത് BJP-യാണ്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ വിജയം നേടി. മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ, ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. BJP വലിയ വിജയം നേടിയിരിക്കുന്നു. ജനാധിപത്യത്തിൽ ഇതെല്ലാം സംഭവ്യമാണ്, ഇതെല്ലാം സ്വാഭാവികമാണ് എന്ന് വിശ്വസിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല. അല്ലെങ്കിൽ മനഃപൂർവ്വം കണ്ണടച്ച് ഇരുട്ടാക്കുന്നു. മറിച്ച് വോട്ടർ പട്ടികയിൽ നടത്തുന്ന ക്രമക്കേടിലൂടെ, വോട്ടിംഗ് മെഷീനിലൊക്കെ കാണിക്കുന്ന ചില ക്രമക്കേടിലൂടെയൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP-യും എല്ലാ തവണയും വിജയത്തിലെത്തുന്നത്, അധികാരത്തിലെത്തുന്നത് എന്നൊക്കെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ രാഹുൽ ഗാന്ധി ഒരു അണുബോംബ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കാണുന്ന പുകലൊക്കെ ആരംഭിച്ചത്. പക്ഷേ അതിൽ വലിയ പ്രതികരണമൊന്നും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഈ വോട്ടർ അധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബീഹാറിൽ മാത്രം ഈ യാത്ര നയിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. കാരണം നമുക്കറിയാം, അവിടെ ബീഹാറിൽ ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണമല്ലോ. അപ്പോൾ ബീഹാറിൽ കഴിഞ്ഞ 5 വർഷം ഭരിച്ച ഗവൺമെൻറ് എന്താണ് ചെയ്തത്, അവിടെ എന്താണ് ചെയ്യാത്തത്, എന്ത് വികസനമാണ് അവിടെ വരേണ്ടിയിരുന്നത്, എന്താണ് വന്നത്, എന്താണ് വരാത്തത്, ഇത്തരം കാര്യങ്ങളാണ് ചർച്ചയാക്കേണ്ടത്. അതിനു പകരം നരേന്ദ്രമോദി വോട്ടർ പട്ടികയെ അട്ടിമറിക്കുന്നതിനെക്കുറിച്ചുള്ള ദുരൂഹമായ കഥകൾ ഉണ്ടാക്കിയാണ് രാഹുൽ ഗാന്ധി ഈ ബീഹാർ സംസ്ഥാനം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത്. ജനങ്ങളുടെ പ്രതികരണം അത് വളരെയധികം തണുത്ത പ്രതികരണമായിരുന്നു. ഇവനെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കട്ടെ, അങ്ങനെ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നൊരു നിലപാടിലായിരുന്നു ഭൂരിഭാഗം ജനങ്ങളും സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര ദേശീയ മാധ്യമങ്ങൾ പോലും ചർച്ചയ്ക്കെടുക്കാത്ത സ്ഥിതി വന്നു. ഇതിന് കാരണമായത് CSDS-ന്റെ ഡയറക്ടറായിരുന്ന സഞ്ജയ് വർമ്മ വന്നിട്ട് പറഞ്ഞതു, ഇതിൽ എൻ്റെ കണക്കുകൾ തെറ്റുപറ്റിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിന് ശേഷം ആണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വോട്ടർ അധികാര യാത്രയുടെ പ്രസക്തി തന്നെ ഇല്ലാതായത്. കാരണം ഇദ്ദേഹത്തിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചത്. അപ്പോൾ ഈ കണക്കുകളെല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്ന് അവകാശപ്പെട്ട സഞ്ജയ്യുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ രാഹുൽ ഗാന്ധി ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? കാരണം ഇതിൻ്റെ കണക്കുകൾ സൃഷ്ടിച്ച ആൾ മാപ്പ് പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോഴും സൃഷ്ടിച്ച ആൾ തന്നെ ഇതിൽ കഴമ്പൊന്നുമില്ല എന്ന് പറയുന്ന ആ ഡാറ്റയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര ദേശീയ മാധ്യമങ്ങൾ അതുകൊണ്ടാണ് ചർച്ചയിൽ നിന്ന് എടുത്ത് ദൂരേക്ക് എറിഞ്ഞത്.
ബീഹാറിലെ മാധ്യമങ്ങൾ പോലും ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാത്രമല്ല ജനങ്ങളുടെ ഭാഗത്തു നിന്നും തണുപ്പൻ പ്രതികരണമാണ് അവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോദിയെ തെറിവിളിച്ചുകൊണ്ട് പുതിയ രണ്ടാം ഘട്ടം പ്രചരണത്തിന് രാഹുൽ ഗാന്ധി ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ ഘട്ടം പൊളിഞ്ഞു പാളീസായപ്പോൾ രണ്ടാമത്തെ ഘട്ടവുമായി സ്വാഭാവികമായി അത് ഇറങ്ങുമെന്ന് നമുക്കറിയാമല്ലോ. മോദിയെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മാതാവിനെക്കുറിച്ചും അനാവശ്യമായ തീർത്തും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും പരാമർശങ്ങളും അടങ്ങിയ ഒരു വീഡിയോ കോൺഗ്രസ് ബീഹാറിൽ ഈ യാത്രയ്ക്കോട് അനുബന്ധിച്ച് പ്രചരിപ്പിക്കുകയാണ്. ഈ വൈറൽ വീഡിയോ കണ്ടുകൊണ്ട് ജനങ്ങൾ സഹികെട്ട് ഈ യാത്രയ്ക്ക് നേരെ ആക്രമണം നടത്തി തുടങ്ങി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് പാറ്റ്നയിൽ, ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിക്കുകയും ഈ യാത്രയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായി രംഗത്തിറങ്ങുകയും ചെയ്തപ്പോഴാണ്, പാറ്റ്നയിൽ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിക്കുകയും ഈ യാത്രയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായി രംഗത്തിറങ്ങുകയും ചെയ്തപ്പോഴാണ് അവിടുത്തെ ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണമുണ്ടായത്. കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ഇന്ത്യ മുന്നണി നേതാക്കന്മാരെയും എല്ലാം കവളിമടൽ വെട്ടി അടിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവന്മാരെയെല്ലാം പുറം പൊളിച്ചു വിട്ടിട്ടുണ്ട് പാറ്റ്നയിലെ ജനത. കാരണം നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ തെറി വിളിക്കാനോ അദ്ദേഹത്തിൻ്റെ അഭിവന്ദ്യ മാതാവിനെ കുറിച്ച് ഇല്ലാത്തത് അല്ലെങ്കിൽ മോശമായ പരാമർശം നടത്താനോ ആർക്കും അവകാശമില്ല. അത് ഈ രാജ്യത്തെ ജനത വെറുതെ കേട്ടുകൊണ്ട് നിൽക്കുമെന്നും തോന്നുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. അതായത് പ്രധാനമന്ത്രിയെ കള്ളൻ എന്ന് നിങ്ങൾ വിളിച്ചു, പക്ഷേ ജനങ്ങൾ വോട്ട് ബാലറ്റ് പെട്ടിയിലൂടെയാണ് അതിനുള്ള മറുപടി നൽകിയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നരേന്ദ്രമോദി എന്ന മകനും നരേന്ദ്രമോദിയുടെ അമ്മയും ഇന്ത്യക്കാരുടെ മനസ്സിൽ വളരെയധികം ഇടം നേടിയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, ഒരു സാധാരണ പൗരനായി വന്ന് മുനിസിപ്പാലിറ്റിയുടെ ആംബുലൻസിൽ ആ മൃതദേഹം കയറ്റിക്കൊണ്ടുപോയി സാധാരണക്കാരിയായ ഒരു മാതാവിനെ സംസ്കരിക്കുന്നത് പോലെ സംസ്കരിച്ചു, മകൻ്റെ ഒരു കടമ നിർവഹിച്ചു. അതിനുശേഷം മണിക്കൂറുകൾക്കകം അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരികെ എത്തി നിർണായകമായ അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് രാജ്യം കണ്ടതാണ്. അതായത് ആ അമ്മയും മകനെയും ഈ രാജ്യത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റുകയാണ് രാഷ്ട്രീയ ഭേദമന്യേ. അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങനെ അവമാനിക്കുന്നത് രാഷ്ട്രീയമല്ല, ആ രാഷ്ട്രീയം വൃത്തികെട്ട രാഷ്ട്രീയമാണ്. ആര് കളിച്ചാലും അവനെ അടിച്ചോടിക്കുക തന്നെ ചെയ്യണം എന്നാണ് ബീഹാർ ജനത ഈ പാറ്റ്നയിലെ സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത്. അത് ആര് തന്നെ ആയാലും. അതായത് രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അസത്യവും അതുപോലെ തന്നെ ഹിംസയും ഒന്നും നിലനിൽക്കില്ല, സത്യവും അഹിംസയും മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നൊക്കെ ഒരു തരത്തിലുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് അദ്ദേഹം കണ്ണാടി നോക്കി അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം അരുൺ ജെയ്റ്റ്ലിയെ മരണശേഷം കണ്ടു, അദ്ദേഹം വന്ന് ഭീഷണിപ്പെടുത്തി. ഒരു തവണയല്ല, 2 തവണ. ഒന്ന് ലാൻഡ് അക്വിസിഷൻ ആക്ടിൻ്റെ പ്രതിഷേധത്തിൻ്റെ സമയത്ത്, 2 കർഷക സമരത്തിൻ്റെ സമയത്ത്. ഈ 2 സമയത്തും വന്ന് തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് അരുൺ ജെയ്റ്റ്ലി, മരണപ്പെട്ടു പോയ അരുൺ ജെയ്റ്റ്ലി വന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ആണോ സത്യത്തിൻ്റെയും ഈ പറയുന്ന നീതിയുടെയൊക്കെ ഒരു വക്കീലായിട്ട് വന്ന് അല്ലെങ്കിൽ ഒരു സാമാജികനായിട്ട് വന്ന് ഇവിടെ സംസാരിക്കുന്നത്? ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഇദ്ദേഹത്തിനുള്ളത്? ഇതൊക്കെ ആണ് നമ്മുടെ ചോദ്യം ചെയ്യേണ്ടത്. സത്യം, അഹിംസ എന്നൊക്കെ പറയും. ഗാന്ധി എന്നുള്ള പേര് സർണയുമായിട്ട് വന്നതുകൊണ്ട് മാത്രം ആ പേരുകൾ ഉച്ചരിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. അത് പ്രവൃത്തിയിലും ജീവിതത്തിലും ചെയ്തു കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ ബീഹാറിലെ ജനങ്ങൾ വോട്ടിംഗ് ബാലറ്റിലൂടെ തന്നെ ഉത്തരം പറയാനിരിക്കുകയാണ്. അതിനു മുമ്പ് അങ്ങേയറ്റം ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമുണ്ടായാൽ പിന്നെ അവർ കൈവയ്ക്കാതെ എന്ത് ചെയ്യും? അടിച്ച് പുറം പൊളിച്ചു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അതിനി ആലങ്കാരികമായ പദങ്ങൾ കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞു.